22ാമത് നെഹ്റു ട്രോഫി ജലമേളയുടെ ആവേശത്തിലാണ് പുന്നമടിയും പരിസരവും. ഇരുട്ടുകുത്തി സി ബി ഗ്രേഡ് വള്ളങ്ങളുടെ ഹീറ്റ്സുകൾ അവസാനിച്ചു കഴിഞ്ഞു. വെപ്പ് എ ഗ്രേഡ് ആദ്യ ഹീറ്റ്സ് ആരംഭിക്കുന്നു. ജലമേള മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. 71 കളിവള്ളങ്ങളാണ് ഇക്കുറി മാറ്റുരയ്ക്കുന്ന. ഇവരുമായി അരുൺ കൊടുങ്ങൂർ, സുധീഷ് ഗോപാൽ, എം മനോജ്, മിഥുൻ അയ്യപ്പൻ എന്നിവർ ചേരുകയാണ്. എം മനോജ് പവലിൽ നിന്നും ചേരുകയാണ്. മനോജ്, എത്രത്തോളം ആവേശത്തിലാണ് പുന്നമയുടെ ഇരുകരകളും? മത്സരം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുക മുഖ്യമന്ത്രി വി ഡി സതീശനാണെങ്കിലും രാവിലെ മുതൽ തന്നെ ചെറുവള്ളങ്ങളുടെ മത്സരങ്ങൾ നടന്നിരുന്നു. എത്രത്തോളം ആവേശമാണ് ഓളപ്പരപ്പിലെങ്കും? കെ പി 11 മണിയോടുകൂടി തന്നെ ചെറുവള്ളങ്ങളുടെ മത്സരം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. അതിൽ ഇരുട്ടുകുത്തി സി ഗ്രേഡ് ബി ഗ്രേഡ് വള്ളങ്ങളുടെ ഹീറ്റ്സുകളാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത വെപ്പ് വെള്ളത്തിൻ്റെ ഫസ്റ്റ് ഹീറ്റ്സ് ആണ് നടക്കുന്നത്. ആദ്യ ഹീറ്റ്സിൽ, അതായത് വെപ്പ് എ ഗ്രേഡ് ഹീറ്റ്സ് ആണ് ആദ്യം നടക്കുക. അതിനുശേഷം പിന്നീട് മറ്റ് ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സുകളും നടക്കും. ഈ ഹീറ്റ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ചെറുവള്ളങ്ങളുടെ വേഗതയാണ്. അതായത് ആ സമയം പരിഗണിച്ചുകൊണ്ടാണ് ഫൈനലിലേക്ക് ഈ ചെറുവള്ളങ്ങളെ എടുക്കുക. അതിനുശേഷം ഈ ഫൈനൽ, ചെറുവള്ളങ്ങളുടെ ഫൈനലും വലിയ ആവേശം തന്നെയാണ്. അതായത് ഇരുകരകളിലും കാണികളുടെ ആരവങ്ങൾ മുഴങ്ങുന്നു. ആ ആരവങ്ങൾക്കനുസരിച്ച് താളത്തിനും ആ ഓളത്തിനും അനുസരിച്ചാണ് ചെറുവള്ളങ്ങൾ അങ്ങനെ തുഴഞ്ഞെത്തുന്നത്. എന്തായാലും ഇരുട്ടുകുത്തി സി ഗ്രേഡ് ബി ഗ്രേഡ് വള്ളങ്ങളുടെ ആവേശകരമായിട്ടുള്ള മത്സരം നല്ലൊരു ആവേശം, നല്ലൊരു കാഴ്ച തന്നെയാണ് ഇവിടെയുള്ളവർക്കൊക്കെ പകർന്നത്. ഇനി വരുന്നത് വെപ്പ് വള്ളങ്ങളുടെ എ ഗ്രേഡ് മത്സരം, അതായത് 27ാം നമ്പർ മണലി വെള്ളമാണ്. അതിൽ നെടുമുടി ടൗൺ ബോട്ട് ക്ലബ്ബ് നേതൃത്വം നൽകുന്ന ബോട്ട് ക്ലബ്ബ് നേതൃത്വം നൽകുന്ന ഈ വള്ളമാണ്, ചെറുവള്ളമാണ് ഇനി എത്തുക. അതിനോടൊപ്പം തന്നെ ഷോട്ട് പുളിക്കത്തറ എന്ന പേരിലെ 24ാം നമ്പർ വെപ്പ് വെള്ളം, 26ാം നമ്പർ നെപ്പോളിയൻ വെപ്പ് വെള്ളം എന്നിങ്ങനെ ജയശ്രീ ബോട്ട് ക്ലബ്ബും TBC കൊച്ചിൻ ടൗണും നേതൃത്വം നൽകുന്ന തുഴയെറിയുന്ന ബോട്ട് ചെറുവള്ളങ്ങളാണ് ഇനി എത്തുന്നത്. എന്തായാലും ആവേശകരമായിട്ടുള്ള വെപ്പ് വള്ളങ്ങളുടെ മത്സരം ഇതാ ആരംഭിച്ചു കഴിഞ്ഞു. ഇതാ ഫിനിഷിംഗ് പോയിന്റിലേക്ക് ഓരോരുത്തരും അങ്ങനെ ആവേശകരമായി തുഴയെറിഞ്ഞ് വരികയാണ്. ആദ്യ ട്രാക്കിൽ കാണുന്നത് മണലി, 27ാം നമ്പർ മണലി നെടുമുടി ടൗൺ ബോട്ട് ക്ലബ്ബ് തുഴയെറിയുന്ന മനേഷ് NS, അനീക് തോമസ് എന്നിവർ നേതൃത്വം നൽകുന്ന ആദ്യ ട്രാക്കിലെ വെള്ളമാണ്. അതിനുശേഷം രണ്ടാം ട്രാക്കിൽ ഷോട്ട് പുളിക്കത്ര ജയശ്രീ ബോട്ട് ക്ലബ്ബ് വെളിയനാട് നേതൃത്വം നൽകുന്ന ബോട്ട് ഈ ഒരു ഷോട്ട് പുളിക്കത്തറയാണ് രണ്ടാം ട്രാക്കിലുള്ളത്. എന്തായാലും ഓരോ ട്രാക്കുകളിലായി ആവേശകരമായിട്ടുള്ള മത്സരം കാഴ്ചവെച്ചുകൊണ്ട് ഓരോ വള്ളങ്ങളായി അങ്ങനെ മുന്നോട്ട് നീങ്ങുകയാണ്. നമുക്ക് ആ കാഴ്ചകളിൽ തന്നെ കാണാൻ സാധിക്കും. അങ്ങനെ ഓളപ്പരപ്പുകളിൽ അലതല്ലി തുഴയെറിഞ്ഞുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന ചെറുവള്ളങ്ങൾ. ഈ ചെറുവള്ളങ്ങൾക്കും അപ്പുറം ചുണ്ടൻ വള്ളങ്ങളെ കാത്തിരിക്കുന്നവരാണ് ഇവിടെയുള്ള എല്ലാവരും. അതായത് ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരം. 22 ചുണ്ടൻ വള്ളങ്ങളാണ്. 71 കളിവള്ളങ്ങളിൽ 22 ചുണ്ടൻ വള്ളങ്ങൾ. ആ 22-ൽ ഓരോന്നിൻ്റെയും പേരെടുത്തുകൊണ്ട് ആവേശകരമായി കാത്തിരിക്കുന്ന മനോജ്, ഇവിടെ തന്നെയാണ് ഈ വള്ളംകളി എന്ന് പറയുമ്പോൾ ഈ ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരമാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ചെറുവള്ളങ്ങളുടെ മത്സരവും അത്രത്തോളം ആവേശമാണ്. രാവിലെ മുതൽ തന്നെ ആ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ മനോജ് പറഞ്ഞതുപോലെ തന്നെ വെപ്പ് വള്ളങ്ങളുടെ ഹീറ്റ്സ് പുരോഗമിക്കുമ്പോൾ ആ ആവേശം തന്നെയാണ് ഈ ഓളപ്പരപ്പിലെ ആ ഒരു തുഴയെറിച്ചുകാരുടെ ആ ഒരു ആവേശം തന്നെയാണ് ഈ കരകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത്രത്തോളം ആവേശത്തിലാണ് ഈ ഒരു തെളിഞ്ഞ അന്തരീക്ഷത്തിൽ അവിടത്തേക്ക് ആൾക്കാർ, ഈ ജലോത്സവ പ്രേമികൾ ഒഴുകിയെത്തിയതല്ലേ? തീർച്ചയായും. അതായത് രാവിലെ മഴയായിരുന്നു, കായലിന് ഇരുവശവും പക്ഷേ വലിയ തിരക്കായിരുന്നു. കാണികളൊക്കെ അങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടേക്ക് വാഹനങ്ങൾക്ക് നിയന്ത്രണമുണ്ട്. അതോടൊപ്പം തന്നെ ഈ കാണികൾ എത്തുന്നതിനാൽ അത്രയധികം ക്രമീകരണങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള തിരക്ക് ഈ പുന്നമടക്കായലിന് ഇരുവശവും നമുക്ക് കാണാൻ സാധിക്കും. തിരക്കെന്ന് വെറുതെ പറഞ്ഞാൽ മാത്രം പോരാ, അവരുടെയൊക്കെ ആവേശം അലതല്ലുന്ന ആരവങ്ങൾ മുഴങ്ങുന്ന ഈ ഒരു അന്തരീക്ഷം, അതുതന്നെയാണ് ഈ തുഴയെറിയുന്ന ഓരോ ആളുകളെയും, അതായത് ഈ ഓരോ ക്ലബിൻ്റെ ടീം അംഗങ്ങളെയും ആവേശഭരിതരാക്കുന്ന രീതിയിലാണ് കാണികളുടെ ഒരു സപ്പോർട്ട്. അങ്ങനെ വള്ളത്തിൻ്റെ പേരെടുത്തു പറഞ്ഞ് വിളിച്ചുകൊണ്ട് ആവേശം പകരുന്ന കാണികളാണ് ഇവിടെയുള്ളത്. എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ 22 ചുണ്ടൻ വള്ളങ്ങൾ അണിനിരക്കുന്നുണ്ട്. ഇനി ഉച്ചയ്ക്ക് ശേഷം ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ ശേഷമാണ് ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരം വരിക. ചുണ്ടൻ വള്ളങ്ങളുടെ ആദ്യ ഹീറ്റ്സിൽ നിരക്കുന്നത് തലവടി ചുണ്ടനും കരുവാറ്റ ശ്രീവിനായകനും ആയാമ്പറമ്പ് പാണ്ടിയും വിയവരവും ഒക്കെയാണ്. ഇവർക്കൊക്കെ നേതൃത്വം നൽകുന്നത് വില്ലേജ് ബോട്ട് ക്ലബ്ബ്, KTBC ഫാൻസ് ക്ലബ്ബ്, IBRA കൊച്ചി
കൊച്ചിൻ UBC കൈനഗിരി FC എന്നാണ്. കഴിഞ്ഞ വർഷം UBC കൈനഗിരി ആണെങ്കിൽ ഇത്തവണ UBC കൈനഗിരി FC ആണ് തുഴയെറിയുന്നത്. അത് വിയ്യപുരം ചുണ്ടനാണ്. കഴിഞ്ഞ വർഷം അറിയാം വിയ്യപുരം ചുണ്ടൻ കപ്പിൽ മുത്തമിട്ടതാണ്. ഇത്തവണ മുത്തമിടാൻ വേണ്ടിയിട്ടുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഓരോ ചുണ്ടൻ വള്ളങ്ങളും. അതേപോലെ തന്നെ രണ്ടാമത്തെ ഹീറ്റ്സിൽ ആയാപ്പറമ്പ് ദിവാൻജിയും ചമ്പക്കുളവും ജവഹർ തായങ്കരിയും വെള്ളം കുളങ്ങരയും അണിനിരക്കും. അങ്ങനെ ഓരോ ഹീറ്റ്സിലായി ഓരോ വള്ളങ്ങൾ. ഈ 22 വള്ളങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിന് തുഴയേറുന്ന ടീം അംഗങ്ങളെക്കുറിച്ചും വലിയ രീതിയിൽ പറയേണ്ടതുണ്ട്. കാരണം അവരൊക്കെ തന്നെ കാലങ്ങളായി കാത്തിരിക്കുന്ന ദിവസമാണെന്ന്. ഓരോ വർഷവും അങ്ങനെ തുഴയേറിയാൻ വേണ്ടി പരിശീലനം ലഭിച്ച ആളുകളാണ്. അതിനുശേഷം 3-ാം നമ്പർ ഹീറ്റ്സിൽ നടുഭാഗവും പായിപ്പാടനും മേൽപ്പാടമാണ്. അതായത് 4 വള്ളങ്ങളാണ് സാധാരണ അണിനിരക്കുക. പക്ഷേ 3-ാം നമ്പർ ഹീറ്റ്സ് വരുമ്പോഴേക്കും നടുഭാഗവും പായിപ്പാടനും മേൽപ്പാടവും മാത്രമാകും. അതിനുശേഷം 4-ാം നമ്പർ ഹീറ്റ്സ് ഉണ്ട്. 4-ാം നമ്പർ ഹീറ്റ്സിൽ 4 വള്ളങ്ങൾ ചുണ്ടൻ വള്ളങ്ങൾ അണിനിരക്കും. സെന്റ് പായസ്, കാരിച്ചാൽ, ചെറുതന, അരോമ തുടങ്ങിയ വള്ളങ്ങളാണ് അണിനിരക്കുക. അങ്ങനെ 4 ഹീറ്റ്സുകളിലായി ചുണ്ടൻ വള്ളങ്ങൾ. വീണ്ടും 5ഉം 6ഉം ഹീറ്റ്സുകളുമുണ്ട്. കാരണം ചെറുവള്ളങ്ങളാണ് 4 ഹീറ്റ്സിൽ അവസാനിക്കുക. പക്ഷേ ചുണ്ടൻ വള്ളങ്ങൾ 6 ഹീറ്റ്സുകൾ വരെ പോകും. അതിൽ 5ാമത്തെ ഹീറ്റ്സിൽ നിരണം ചുണ്ടനും പുണ്യാളൻ നിരണവും ആർപ്പൂക്കര ചുണ്ടനും അണിനിരക്കും. അതിനുശേഷം കരുവാറ്റ ചുണ്ടനും ആലപ്പാട് ചുണ്ടനും ആനാരി ചുണ്ടനും 6ാം ഹീറ്റ്സിൽ പോരാടും. ഫൈനലിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു കമ്പനിയും പടിഞ്ഞാറെപ്പറമ്പനും ചെല്ലിക്കാടനും കാട്ടിൽ തെക്കുമൊക്കെ അണിനിരക്കുന്ന ആ റൗണ്ടുണ്ട്. ആ ഒരു തെക്കോനൊടിക്കെട്ട് ഇനത്തിലാണ് ഫൈനലിലേക്ക് ഇവർ വരുന്നത്. അതിനുശേഷം ഈ ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ തന്നെയാണ് വളരെ ആവേശകരമായിരിക്കുന്നത്. കാരണം എല്ലാ കാണികളും അങ്ങനെ ഓരോ വള്ളത്തിൻ്റെയും പേര് പറഞ്ഞുകൊണ്ട് ഇത്തവണ കപ്പടിക്കുന്നത് വിയ്യപുരമാണ്. 72ാമത് നെഹ്റു ട്രോഫി ജലമേളയുടെ ആവേശത്തിലാണ് പുന്നമടയും പരിസരവും. ഇരുട്ടുകുത്തി C, B ഗ്രേഡ് വള്ളങ്ങളുടെ ഹീറ്റ്സുകൾ ഇതിനകം അവസാനിച്ചു കഴിഞ്ഞു. വെപ്പ് A ഗ്രേഡ് ആദ്യ ഹീറ്റ്സ് പുരോഗമിക്കുകയാണ്. ജലമേള മുഖ്യമന്ത്രി VD സതീശനാണ് ഉദ്ഘാടനം ചെയ്യുക. വിവരങ്ങളുമായി ഇപ്പോൾ മിഥുൻ അയ്യപ്പൻ ചേരുകയാണ്. മിഥുൻ, ചെറുവള്ളങ്ങളുടെ മത്സരം അത്രത്തോളം ആവേശമാണ് ഇരു കരകൾക്കും സമ്മാനിച്ചത്. ഇനി എല്ലാവരും ചുണ്ടൻ വള്ളങ്ങളുടെ ആ മത്സരത്തെയാണ് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങും ഇനി വരാനിരിക്കുന്നു. മറ്റു വിവരങ്ങൾ കൂടി മിഥുൻ. തീർച്ചയായിട്ടും എല്ലാവരും ചുണ്ടൻ വള്ളങ്ങളുടെ ആ മത്സരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. പക്ഷെ ഇപ്പോൾ ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾ ഇപ്പോൾ അതിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലാണ് എന്നുള്ളതാണ്. ഇപ്പോൾ നേരത്തെ ഇരുട്ടുകുത്തിയും അതുപോലെ തന്നെ ഇരുട്ടുകുത്തി വള്ളങ്ങളുടെ A ഗ്രേഡ്, B ഗ്രേഡ്, C ഗ്രേഡ് വള്ളങ്ങളുടെ മത്സരം പൂർത്തിയാക്കി, ഹീറ്റ് മത്സരം പൂർത്തിയാക്കി. ഇപ്പോൾ വെപ്പ് വള്ളങ്ങളുടെ ആദ്യഘട്ടം പൂർത്തിയായിട്ടുണ്ട്. ആദ്യ ഹീറ്റ്സ് പൂർത്തിയാക്കി. 2ാം ഹീറ്റ്സിൽ ഒരു വള്ളം മാത്രമേ മത്സരിക്കുന്നുള്ളൂ എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ ഹീറ്റ്സിൽ, അവസാന ഹീറ്റ്സിൽ 2 വള്ളങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ആശാ പുളിക്കക്കള്ളം എന്ന് പറയുന്ന മങ്കൊമ്പ് ബോട്ട് ക്ലബ്ബ് തുഴയുന്ന വള്ളം എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ 4ാം ട്രാക്കിൽ നിൽക്കുന്ന പട്ടേരി പുഴയ്ക്കൽ വള്ളത്തിൽ തെക്കേക്കര ബോട്ട് ക്ലബ്ബ് തുഴയുന്ന ഈ വള്ളം മാത്രമായി ഈ ഹീറ്റ്സ് പൂർത്തിയാക്കാനാണ് സാധ്യത. ഏതായാലും ഇപ്പോൾ ഉടൻ തന്നെ ഈ അവസാന വെപ്പ് വള്ളങ്ങളുടെ മത്സരം ഉടൻ തന്നെ പൂർത്തിയാക്കിയാൽ ഉടൻ തന്നെ ചുണ്ടൻ വള്ളങ്ങളുടെ ഒരിടവേളയ്ക്ക് ശേഷം ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരങ്ങളിലേക്ക് കടക്കുകയാണ്. എന്താണ് ഇപ്പോൾ ഒരു ആശയക്കുഴപ്പം എന്നുള്ളത് ഇപ്പോൾ വ്യക്തമല്ല. എന്തായാലും ഒരു വള്ളം, അതായത് വെപ്പ് വള്ളത്തിലെ ആശാ പുളിക്കക്കള്ളം എന്ന് പറയുന്ന വള്ളം എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഈ ഹീറ്റ്സ് ഇപ്പോൾ എത്തിയിരിക്കുന്ന പട്ടേരി പുരയ്ക്കൽ വള്ളവുമായി മാത്രമായി നടത്താനാണ് ഒരു സാധ്യത എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരമാണ് അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം ആരംഭിക്കുക. ഏതാണ്ട് 2 മണിയോടുകൂടി ആ മത്സരം, ആ ഭക്ഷണശേഷം മത്സരം, ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരം ആരംഭിക്കും. ആദ്യ ഹീറ്റ്സിൽ തന്നെ തലവടി ചുണ്ടനും കരുവാറ്റ ശ്രീവിനായകനും ആയാപ്പറമ്പ് പാണ്ടിയും വിയ്യപുരവും ആണ് മത്സരിക്കുക. അത് നമുക്ക് എടുത്തു പറയേണ്ടതാണ്. വിയ്യപുരം ചുണ്ടൻ ആദ്യ ഹീറ്റ്സിൽ തന്നെ മത്സരിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാം ഹീറ്റ്സിൽ ആയാപ്പറമ്പ് ദിവാഞ്ചിയും ചമ്പക്കുളവും ജവഹർ തായങ്കരിയും വെള്ളം കുളങ്ങരയും 2ാം ഹീറ്റ്സിൽ ചുണ്ടൻ മത്സരിക്കും. അതുപോലെ തന്നെ 3ാം ഹീറ്റ്സിൽ നടുഭാഗം ചുണ്ടനും പായിപ്പാടൻ ചുണ്ടനും മേൽപ്പാടവും മത്സരിക്കും. അങ്ങനെയാണ് 3ാം നമ്പർ ഹീറ്റ്സ് നടത്തുന്നത്. 4ാം നമ്പർ ഹീറ്റ്സിൽ
മത്സരിക്കുന്നത് സെന്റ് പയസും കാരിച്ചാലും ചെറുതരയും അരോമ ഒന്നുമാണ് മത്സരിക്കുന്നത്. 5ാം ഹീറ്റ്സിലേക്ക് വരുമ്പോൾ നിരണം ചുണ്ടനും പുണ്യാളൻ നിരണനും അർപ്പുക്കര ചുണ്ടനുമായി 5ാം ഹീറ്റ്സിൽ മത്സരിക്കും. 6ാം ഹീറ്റ്സിൽ കരുവാറ്റ ചുണ്ടനും ആലപ്പാട് ചുണ്ടനും ആനാരി ചുണ്ടനും കൂടി മത്സരിക്കും. അങ്ങനെയാണ് മത്സരം ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരം പുരോഗമിക്കുക. ഹീറ്റ്സ് മത്സരങ്ങളിൽ ഏറ്റവും കുറഞ്ഞ പോയിന്റുകളിൽ, അതായത് ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഫൈനലിലേക്ക് പ്രവേശിക്കുന്ന അത്തരത്തിൽ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഫിനിഷിംഗ് പോയിന്റ് ടച്ച് ചെയ്ത 4 വള്ളങ്ങളെയാണ് മത്സരിപ്പിക്കുക. പക്ഷേ നമുക്കറിയാം ഹീറ്റ്സ് മത്സരങ്ങളാണ് ഏറ്റവും മരണ മത്സരം എന്ന് തന്നെ നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കാരണം ഫൈനലിൽ എത്തുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യ കടമ്പ. അതുകൊണ്ട് തന്നെ ഹീറ്റ് മത്സരത്തിൽ ഏറ്റവും പരമാവധി ശക്തി ഉപയോഗിച്ച് തുഴയുക, ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ എത്തുക എന്നുള്ളതായിരുന്നു. കഴിഞ്ഞ വർഷം ഈ നടുഭാഗം ചുണ്ടൻ വേണ്ടി തുഴഞ്ഞ നടുഭാഗം ചുണ്ടനായിരുന്നു ഹീറ്റ്സ് മത്സരങ്ങളിൽ 1ാം സ്ഥാനത്ത്, അതായത് ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഫിനിഷ് ചെയ്തതെങ്കിൽ ഫൈനലിൽ അവർക്ക് 2ാം സ്ഥാനത്ത് തൃപ്തി അടയേണ്ടി വന്നു എന്നുള്ളതും അത് എടുത്തു പറയേണ്ട ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഹീറ്റ്സിലെ മത്സരങ്ങൾ ഏറ്റവും പ്രധാനമാണ്. ഫൈനൽ പോലെ തന്നെ പ്രധാനമാണ് ഹീറ്റ്സിലെ മത്സരങ്ങൾ. അതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷമുള്ള മത്സരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഈ ചുണ്ടൻ വള്ളങ്ങൾ ഒന്നൊന്നായി ഇപ്പോൾ പുന്നമട കായലിലെത്തി പലയിടങ്ങളിലായി അവർ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഏതായാലും ഇപ്പോൾ അവസാനവട്ട വെപ്പ് വള്ളങ്ങളുടെ അവസാന ഹീറ്റ്സ് മത്സരം ഉടൻ ആരംഭിക്കും. മിഥുൻ അയ്യപ്പനാണ് വിവരങ്ങൾ നൽകിയത്. അരുൺ കൊടുങ്ങൂരും സുധീഷ് ഗോപാലുമുണ്ട്. ആദ്യം അരുണിലേക്ക്. അരുൺ, മിഥുൻ പറഞ്ഞു നിർത്തിയതുപോലെ തന്നെ ചെറുവള്ളങ്ങളുടെ ഹീറ്റ് മത്സരങ്ങളാണ് അത്യധികം ആവേശത്തോടെ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ചുണ്ടൻ വള്ളങ്ങൾ അവിടെ എവിടെയായി നിലയുറപ്പിച്ചു കഴിഞ്ഞു. എല്ലാവരും കാത്തിരിക്കുകയാണ് ആ ഒരു ഒളപ്പരപ്പിലെ ആവേശ മാമാങ്കത്തിലേക്ക്. എത്രത്തോളം ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരത്തിന്റെ തയ്യാറെടുപ്പുകൾ ഇതിനകം പൂർത്തിയായി കഴിഞ്ഞു. രാവിലെ മുതൽ തന്നെ അരുണും സുധീഷും പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും ആവേശത്തിലാണ്. ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഓരോ ടീമുകളും ഞങ്ങളായിരിക്കും ഇക്കുറി ഈ ജേതാക്കളാവുക എന്നുള്ള രീതിയിൽ തന്നെയാണ് പ്രതീക്ഷകൾ പങ്കുവച്ചത്. അതുകൊണ്ട് തന്നെ മത്സരം പൊടിപാറുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല, അല്ലേ? തീർച്ചയായും ഒരു തരത്തിലുള്ള ആവേശത്തിനും ഒരു തരത്തിലുള്ള കുറവുമില്ല. ഇടയ്ക്കൊന്ന് ആവേശം മഴയൊന്നെത്തിയിരുന്നു. പക്ഷെ അതും തന്നെ ഈ വള്ളം കളിയുടെ ആവേശത്തെ അത് തെല്ലും ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ വള്ളംകളി ആരംഭിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ഈ പുന്നമടയുടെ ഇരു കരകളിലും ഇങ്ങനെ വള്ളംകളി പ്രേമികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. എല്ലാ ഇടങ്ങളിലും ഇപ്പോൾ ജനനിബിഡമാണ്. എല്ലാ വഴികളും ഇങ്ങനെ പുന്നമടയിലേക്ക് എത്തുകയാണ്. വലിയൊരു ആവേശത്തോടെ ആവേശം അതിന്റെ പാരമ്പര്യത്തിലേക്ക് എത്തിച്ചുകൊണ്ടാണ് ചെറുവള്ളങ്ങളുടെ മത്സരം ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പം ചെറുവള്ളങ്ങളിൽ വെപ്പ് എ ഗ്രേഡിന്റെ മത്സരമാണ് നടക്കുന്നത്. അതിന്റെ ആദ്യ ഹീറ്റ്സ് പൂർത്തിയായി. 2ാം ഹീറ്റ്സിൽ ആശാ പുളിക്കക്കളം അതോടൊപ്പം തന്നെ പട്ടേരിപ്പുരയ്ക്കൽ എന്നീ 2 വെപ്പ് എ ഗ്രേഡ് വള്ളങ്ങളാണ് ഇപ്പോൾ തുഴയെറിയാൻ പോകുന്നത്. ഇതിൽ ആശാ പുളിക്കക്കളത്തെ മങ്കുമ്പ് ബോട്ട് ക്ലബ്ബാണ് ടോമി ചാക്കോയിൽ ലിനു ജോസഫും തുഴയെറിയുന്നതെങ്കിൽ കാരിച്ചാൽ ചുണ്ടലിലടക്കം തെക്കേ പുന്നമടയിൽ ജലമാമാങ്കം പുരോഗമിക്കുകയാണ്. ഇപ്പോൾ ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങളാണ് നടക്കുന്നത്. അത്യന്തം ആവേശകരമായ മത്സരം. അതിനുശേഷം ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരം. ഒരു ഇടവേള കഴിഞ്ഞായിരിക്കും ഈ ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരക്രമത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുക. ഏതായാലും മുഖ്യമന്ത്രി വി ഡി സതീശനാണ് ഔദ്യോഗികമായി ഉദ്ഘാടനം നിർവഹിക്കുക. രാവിലെ ചെറുമഴയുണ്ടായെങ്കിലും ആവേശത്തിന് ഒരു കുറവുമില്ല. പുന്നമടയുടെ ഇരു കരകളിലും അത്രത്തോളം ആൾക്കാർ തന്നെയാണ്, ജനസാഗരം തന്നെയാണ് ഒഴുകിയെത്തിയിരിക്കുന്നത്.